കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഇന്ന് രാത്രി പൂനായിൽ നിന്ന് സ്നേഹവന്ദനം അറിയിക്കുന്നു. ടു ഓൾ മൈ ഹിയറേഴ്സ്, സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ഫ്രം പൂനെ. പ്രത്യേക ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഈ രാത്രികാലം അറിയിക്കട്ടെ. ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെ ഷാലേം പ്രയർ ഗ്രൂപ്പിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെ ഈ ശനിയാഴ്ച രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ഇരിപ്പാൻ കർത്താവ് എളിയവനൊരവസരം കൂടെ തന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ ലോകരാജ്യങ്ങളെല്ലാം ഒരുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാവ്യാധിയുടെ മധ്യത്തിൽ കൂടെ സ്വർഗത്തിലെ പിതാവിൻ്റെ വലിയ കരുണയാൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതോർത്ത് ഞാൻ ആദ്യമായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം. പ്രതികാല രാത്രി കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളെയൊക്കെ ഒന്ന് അവലോകിച്ച് പഠിക്കുവാനിടയായി. ലോകരാജ്യങ്ങൾ ഈ പാൻഡമിക് COVID-19 എന്ന പാൻഡമിക്കിൻ്റെ കാരണത്താൽ 1,36,00,000 ജനം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ ഈ കൊച്ചു ഭാരതത്തിൽ മാത്രം 1,32,202 പേര് 20-ാം തീയതി വരെ, ഇന്നലെ വരെയുള്ള കണക്കിൻ പ്രകാരം ഈ പാൻഡമിക് മുഖാന്തരം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അതിൻ്റെയൊക്കെ നടുവിൽ നമ്മുടെ കർത്താവ് നമ്മളെ അതിശയമായി സൂക്ഷിച്ചു നടത്തി. അതോർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടം ജനം, ആ ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുന്നതായി നാം തിരുവചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവ തൻ്റെ ജനത്തിന് മുമ്പേ മേഘസ്തംഭമായും തൻ്റെ ജനത്തിൻ്റെ മുൻപേയും തൻ്റെ ജനത്തിന് പിൻപേയും യാത്ര ചെയ്തത് നാം തിരുവചനത്തിലെ എല്ലാ ഭാഗങ്ങളിലും വായിച്ചു. അപ്രകാരം സ്വർഗത്തിലെ പിതാവ് നമ്മളോടുകൂടെ യാത്ര ചെയ്യുന്നു, നമ്മളെ നടത്തുന്നു, നമ്മളെ പരിപാലിക്കുന്നു. അതോർത്ത് ഈ രാത്രിയുടെ വേളയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലും 2 രാത്രിയുടെ വേളയിൽ ഒന്നിച്ചു ചിന്തിപ്പാനായി ഞാൻ ചില വാക്യങ്ങൾ വായിക്കുന്നു. 2 രാത്രി കൊണ്ട് തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല എങ്കിൽ അടുത്ത ശനിയാഴ്ചയും ഞായറാഴ്ചയും, അങ്ങനെ 4 ആഴ്ചകൾ കൊണ്ട് ഇന്നെടുക്കുന്ന വാക്കുകൾ തീർക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. നമുക്കതിനാധാരമായി 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സസ് 12-15. ജെയിംസ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ വചനത്തിൻ്റെ ധ്യാനത്തിൻ്റെ ആധാരമായി വായിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അടുത്തത്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. അടുത്തത്, ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്, ഈ യാക്കോബ് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനാണ്. ദൈവത്തിൻ്റെ
യെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എന്നാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. ചിതറിപ്പോയിരിക്കുന്ന യഹൂദ വിശ്വാസികൾക്കായി തൻ്റെ ഭക്തനായ യാക്കോബ് എഴുതിയിരിക്കുന്ന ചില വാക്കുകളാണ്. ഈ ലേഖനം ഒരു പ്രത്യേക പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. ആ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ഫെയ്ത്ത് വേർഡ്സ് വർക്ക്, വിശ്വാസവും പ്രവൃത്തിയും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു. വിശ്വാസത്തെക്കാൾ പ്രാധാന്യത പ്രവൃത്തിക്ക് കൊണ്ട് ആ ഭക്തനായ യാക്കോബ് ജനത്തെ പഠിപ്പിക്കുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില പ്രത്യേക ചിന്താ മണ്ഡലങ്ങളെ കണ്ടുകൊണ്ട് അന്നത്തെ ദൈവസഭകളിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേക പഠിപ്പിക്കലുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഭക്തനായ യാക്കോബ് ഈ വിഷയം സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ടെംപ്റ്റേഷൻ എന്നുള്ളൊരു വാക്കാണ് ചിന്തിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ഈ പരീക്ഷ എന്ന വാക്കിനെ നല്ലവണ്ണം വ്യാഖ്യാനിച്ച് ചിന്തിക്കുന്നവർ വളരെ ചുരുക്കമാണ്. പരീക്ഷ എന്നുള്ള വാക്ക് നമ്മളതിനെ ഇംഗ്ലീഷിൽ എക്സാമിനേഷൻ എന്നൊക്കെ പറയും. പക്ഷേ ടെസ്റ്റ് ഇടുക, എക്സാം ഇടുക, ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാറുള്ളത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പരീക്ഷ അത് വേറെയാണ്. നമ്മളൊരു പരീക്ഷ പാസ്സായെങ്കിലേ അടുത്ത ആ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കത്തുള്ളൂ. അതിനാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഉള്ളിലിരിക്കുന്ന അറിയണമേ എന്ന് യാക്കോബ് പറയുന്നു. അതുപോലെ തന്നെ കർത്താവ് പറയുന്നു മനുഷ്യപുത്രൻ്റെ വരവിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അത് ഒരു വേറെ ഭാഗം. ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം അല്പസമയം ചിന്തിച്ച് അതിനോട് തുടർന്നുള്ള ഭാഗങ്ങൾ കൂടെ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ചിന്തിപ്പാൻ ദൈവകൃപയിൽ ആശിക്കുന്നു. ഈ രാത്രി നാം ചിന്തിക്കുന്നത് എങ്ങനെയാണല്ലോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ പരീക്ഷ എന്തോ, ഈ വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥമായി ഇത് അർത്ഥമാക്കിയിരിക്കുന്നത് എന്താണ്? നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ചെന്ന് ചിന്തിച്ചാൽ അവിടെ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. യഹോവ അബ്രഹാമിനെ പരീക്ഷിച്ചതെന്തെന്നാൽ, നിന്റെ ഏകജാതനായ പുത്രനെ നീ കൊണ്ടുപോയി മോറിയ മലയിൽ യാഗമർപ്പിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കും രണ്ടിനാണ്ടാ. ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന അതിനും മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം. എന്തിനാ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്ന് പറയുമ്പോൾ ആ ടെസ്റ്റഡ് എന്നുള്ള വാക്ക് ഒരു പ്രത്യേക വാക്കാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടെസ്റ്റഡ് എന്നുള്ള വാക്കല്ല. ഈ ടെസ്റ്റഡ് എന്നുള്ള വാക്ക് നമുക്ക് പല ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. ഇയ്യോബിനെ ദൈവം പരീക്ഷിച്ചു, അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഗോഡ് ടെസ്റ്റഡ് ജോബ്. ദൈവം ഇയ്യോബിനെ ടെസ്റ്റ് ചെയ്തു. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പരീക്ഷ എന്നുള്ള വാക്ക് ടെസ്റ്റ് എന്നല്ല, ടെംപ്റ്റേഷൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടെംപ്റ്റേഷൻ. അപ്പോൾ അതിന് കറക്റ്റായൊരു വ്യാഖ്യാനം ഞാൻ തരാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ടെംപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു എന്നാണ് മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. ഇല്ല, യേശുവിന്
പരീക്ഷ ഉണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നു. സാത്താനാൽ യേശു പരീക്ഷിക്കപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് ജീസസ് വാസ് ടെംപ്റ്റഡ് ബൈ ഡെവിൾ. സാത്താനാൽ ടെംപ്റ്റേഷൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായൊരു മലയാള വാക്കെന്ന് പറഞ്ഞാൽ അതിതാണ് പ്രലോഭനങ്ങൾ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. പ്രലോഭനങ്ങൾ. അപ്പോ ദൈവം മനുഷ്യനെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ഗോഡ് കനോട്ട് ടെസ്റ്റ് മാൻ ബൈ ഈവിൾ. ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കില്ല. ദൈവം നമ്മളെ പരീക്ഷിക്കുമെങ്കിൽ അത് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കുമോ എന്ന് അറിയേണ്ടതിന് വേണ്ടി, നിങ്ങളെയും എന്നെയും വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് കൊണ്ട് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ദൈവം ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുക. വേറൊരു ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ആരെങ്കിലും വായിച്ചു, ഗോഡ് എക്സാമിൻഡ് എബ്രഹാം. ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം. പല പരിഭാഷകളിൽ എഴുതി ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം എന്നായിരിക്കുന്നത്. ഈ ടെസ്റ്റും ടെംപ്റ്റേഷനും ഇത് രണ്ടും രണ്ടാ. ജീസസ് വാസ് ടെംപ്റ്റഡ് ബൈ ഡെവിൾ. സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായങ്ങളിൽ നമ്മൾ യേശുവിൻ്റെ പരീക്ഷ എന്നുള്ള ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശുവിനെ ജീസസ് വാസ് ടെംപ്റ്റഡ് ബൈ ഡെവിൾ. സാത്താനാൽ പ്രലോഭിക്കപ്പെടേണ്ടതിന്, ടെംപ്റ്റേഷൻ കൊടുക്കേണ്ടതിന് സാത്താൻ യേശുവിനെ ടെംപ്റ്റ് ചെയ്യുകയായിരുന്നു. പാപം ചെയ്യുവാൻ, തൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുവാൻ, താൻ ദൈവപുത്രനാണെന്ന് നിഷേധിക്കേണ്ടതിന് വേണ്ടി സാത്താൻ അവനെ ടെംപ്റ്റ് ചെയ്യുക. മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. സാത്താൻ ചോദിക്കുന്നത്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക. യേശുവിൻ്റെ ദൈവത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് സാത്താൻ. മനസ്സിലാക്കണം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് സാത്താൻ. നീ യഥാർത്ഥ വിശ്വാസിയാണോ? നീ യഥാർത്ഥമായ ദൈവത്തെ സേവിക്കുന്നവനാണോ? നീ യഥാർത്ഥമായ ദൈവകൃപ അനുഭവിക്കുന്ന ആളാണോ എന്നുള്ളത് സാത്താൻ നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പാപം ചെയ്യാൻ വേണ്ടി സാത്താൻ നമ്മളെ ടെംപ്റ്റ് ചെയ്യുക. ആ ടെംപ്റ്റ് ചെയ്യുമ്പോൾ ആ സാത്താൻ്റെ ടെംപ്റ്റേഷനിൽ നിന്ന് വെളിയിൽ വരുന്നവനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാനിടയാകുന്നത്. ആ സാത്താൻ്റെ ടെംപ്റ്റേഷനിൽ നിന്ന് വെളിയിൽ വരുന്ന ഒരു ദൈവ പൈതലാണ് യഥാർത്ഥമായി സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ ജയിക്കുവാനിടയായിത്തീരുന്നത്. അപ്പോൾ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന പരീക്ഷ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ അത് പരിഭാഷപ്പെടുത്തേണ്ടത് പരീക്ഷ എന്നല്ല, പ്രലോഭനം സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് വേണ്ടത്. പ്രലോഭനങ്ങൾ. ഈ ടെംപ്റ്റേഷൻ എന്നുള്ള ഗ്രീക്ക് വേർഡ് ഞാനിങ്ങനെ ചിന്തിപ്പാൻ, ടെംപ്റ്റേഷൻ അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പൈറാസ്മോസ് എന്നൊരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചു. പൈറാസ്മോസ്. പൈറാസോ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, ട്രയൽ. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കോടതിയിലൊക്കെ ചെല്ലുമ്പോഴേ, കോടതി ചെല്ലുമ്പം അവിടെ ട്രയലിന് വെച്ചിരിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതിന് വേണ്ടി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പൈറാസ്മോസ് എന്നൊരു വാക്കാണ്. പൈറാസോ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, ട്രൈ ടു ടെസ്റ്റ് വൺസ് ഫെയ്ത്ത്. ഒരുവന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതാണ് പൈറാസ്മോസ് എന്ന ഗ്രീക്ക് വാക്കോട് ഉപയോഗിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായത്. ഒരുവന്റെ വിശ്വാസത്തെ
പരീക്ഷിക്കുക. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് സാത്താൻ പരീക്ഷിക്കുക. സ്തോത്രം. നമ്മൾ ഈ യാക്കോബ് ലേഖനത്തിൽ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, ദൈവ ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? സാത്താൻ പോലും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എല്ലാവരും ദൈവ ഏകനെന്നാണ് വിശ്വസിക്കുന്നേ. അപ്പൊ ഇവിടെ പറയുന്നത് സാത്താൻ പോലും വിശ്വസിക്കുന്നു. എന്ത്? ഗോഡ് ഈസ് ഓൺലി വൺ ഗോഡ്. ആ ഒരു ദൈവ വിശ്വാസം ആണ് നമുക്കുള്ളതെങ്കിൽ സാത്താൻ പോലും അത് വിശ്വസിക്കുകയും he trembles before God, അവൻ ദൈവത്തിന് മുമ്പിൽ വിറയ്ക്കുന്നുവെന്നാണ് യാക്കോബിന്റെ ലേഖനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാനൊരു വാക്കിൽ ഓർപ്പിക്കട്ടെ. എൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ച് ഞാൻ വിശ്വാസത്തിൽ തികഞ്ഞവനായി നിൽക്കുമോ എന്നറിയേണ്ടതിന് ഈ കാലങ്ങളിൽ ദൈവം നമ്മളെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാനായി ദൈവമക്കളായ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമേ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചു, ലോകം ആരംഭിച്ചത് മുതൽ ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 9 മാസമായി ലോക രാജ്യങ്ങളിലുള്ള സകല ദൈവസഭകളും അടഞ്ഞു കിടക്കുകയാണ്. ദൈവസഭകൾ മാത്രമല്ല, മുസ്ലിം മോസ്കുകള്, ഹിന്ദു ടെമ്പിൾസ്, all worship places are shut down because of this great pandemic situation. ഇതുപോലുള്ളൊരു സാഹചര്യം ഇതിനു മുമ്പോ ഇതിന് ശേഷം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ 212 ഇൻഡിപെൻഡന്റ് നേഷൻസ് ഉണ്ട്. ഈ ഇൻഡിപെൻഡന്റ് രാജ്യങ്ങളിലെല്ലാം ഒരുപോലെ ആരാധന ആലയങ്ങൾ അടഞ്ഞു കിടന്ന ഒരു രാജ്യവും ഒരു സമയമില്ല. ബിക്കോസ് ഓഫ് സ്മോൾ വൈറസ്. ഈ ചെറിയൊരു വൈറസ് കാരണം 1,36,00,000 ജനം ലോകത്തിൽ മരിച്ചു. കണക്ക്, ഔദ്യോഗിക കണക്കിൻ പ്രകാരം, ഒഫീഷ്യൽ കണക്കിൻ പ്രകാരം. അൺഒഫീഷ്യലായിട്ട് എത്ര പേര് പോയി എന്ന് ഇവിടെ ആർക്കും അറിയത്തില്ല. ആകയാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ തെളിഞ്ഞു വന്ന ശേഷം പിതാവായ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കിരീടം പ്രാപിക്കും എന്നിവിടെ ലേഖനകർത്താവ് പഠിപ്പിക്കുക. ഇവിടെ പറയുകയാണ്, ടെംപ്റ്റർ, ഗോഡ് ടെംപ്റ്റഡ് എന്നല്ല കൊടുത്തേക്കുന്നത്, സൈറ്റാൻ ടെംപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. സൈറ്റാൻ ടെംപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു എന്നാ മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. എ ടെംപ്റ്റർ, പൈറാസോ, സെയിം വേർഡാ ഉപയോഗിച്ചിരിക്കുന്നത്. ടെംപ്റ്റർ എന്നുള്ള വാക്കിന് അവിടെ ഉപയോഗിച്ചിട്ട് ഗ്രീക്ക് വേർഡ് സെയിം, പൈറാസോ. ടെംപ്റ്റേഷൻ എന്നൊരു ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ടെംപ്റ്റേഷൻ. പൈറാസ്മോസ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. എങ്ങനെ? എനിക്കിതിനാ വ്യക്തമായ ഒരു തെളിവ് തിരുവചനത്തിലുണ്ട്. വിശ്വാസം പരീക്ഷിച്ചിട്ട് വിശ്വാസത്തിൽ തെളിഞ്ഞു വന്ന ഒരു ഭക്തനെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ വായിക്കാനും പഠിക്കാനും ഉണ്ട്. പഴയ നിയമഭക്തനായ ഇയ്യോബ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്ന 1-ാം അധ്യായത്തിൽ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, പാപമില്ലാത്തവൻ. അപ്പൊ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, എല്ലാ വിഷയത്തിലും വിശ്വാസത്തെ പരീക്ഷിച്ച് ആ വിശ്വാസത്തിൽ തെളിഞ്ഞു വന്ന ഒരു ഭക്തനാണ് ഇയ്യോബ്. നമ്മൾ 1-ാം അധ്യായം, നിങ്ങൾ 1-2 അധ്യായം ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് എടുത്തൊന്ന് ചെന്ന് വായിച്ചു നോക്കണം. അവിടെ കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആ ഇയ്യോബിനെ ദൈവം, സാത്താൻ വരുന്നു. എവിടെ? ദൈവമക്കൾ ആരാധിപ്പാൻ പോയി.
ദൈവമക്കൾ, സൺസ് ഓഫ് ഗോഡ് ഗാദർ ടുഗദർ ഫോർ വർഷിപ്പ്. ദൈവജനം ആരാധിപ്പാൻ പോയി. ഇൻ ബിറ്റ്വീൻ there was a person. His name was Satan. സാത്താൻ അവരുടെ നടുവിൽ ചെന്നു. അന്നേരം ഗോഡ് ഈസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. സാത്താനെ, നീ എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? അപ്പൊ യോബ് പറയുക, ഞാൻ എങ്ങനെ അവനെ ദൃഷ്ടി വെക്കുന്നേ? നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലയോ? നീ കെട്ടിയ വേലിയൊന്ന് പൊളിച്ചു കഴിയുമ്പോൾ എനിക്ക് അവനെ തൊടാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ദൈവം ആ ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ എന്നെ നിർബന്ധിച്ചു. സാത്താനോട് പറയുക, നീ ഒരു കാര്യം ചെയ്യുക, നീ ആ വേലി പൊളിച്ചതാ. യോബ് നിന്റെ മുഖത്ത് നോക്കി നിന്നെ ദുഷിച്ചു പറയും. നമ്മൾ ആ പുസ്തകം അവസാനിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 2-ാം അധ്യായം തീരുമ്പോൾ, യോബിൻ്റെ വിഷയത്തെക്കുറിച്ച് 2-ാം അധ്യായം തീരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇതിലൊന്നിലും യോബ് ദൈവത്തെ ദുഷിച്ചില്ല. തൻ്റെ ആടുമാടുകൾ, തൻ്റെ സമ്പത്ത്, തനിക്കുണ്ടായിരുന്ന സകലതും, അവസാനം തൻ്റെ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാവരും പോയി കഴിയുമ്പോൾ സ്വന്തം ഭാര്യ സഹോദരി വന്നേച്ചിങ്ങനെ പറയുന്നു, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നത് എന്ത് എന്നാണ് യോബ് അവളോട് ചോദിക്കുന്നത്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഭക്തനായ യോബ് അന്ന് കാലത്ത് പറഞ്ഞുവെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ നിറവിൽ നാം ആരാധിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ കാലഘട്ടം ശക്തിയോടുകൂടി ദൈവജനം മുമ്പോട്ട് പോകട്ടെ എന്നാണ് ഇന്ന് രാത്രി എനിക്ക് ദൈവജനത്തെ ഓർമ്മിക്കുവാനുള്ളത്. ഈ ടെംപ്റ്റേഷനെ മറികടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷയല്ല, ടെംപ്റ്റേഷനെ മറികടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഓർമ്മിച്ചതുപോലെ, നമ്മുടെ ശരീരം പ്രലോഭനങ്ങൾ നിറഞ്ഞതാണ്. കാരണം ഇത് മണ്ണിൽ നിന്നെടുത്തതാണ്, ഇത് മണ്ണിലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ്. അതുകൊണ്ട് ഈ മണ്ണിൻ്റെ സ്വഭാവം നമ്മുടെ ഈ ശരീരം കാണിക്കും. നമ്മുടെ ഈ ശരീരത്തിൻ്റെ സ്വഭാവം ഈ മണ്ണിൻ്റെതാണ്. കാരണം നാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒന്നാം മനുഷ്യൻ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണിൽ നിന്ന് ജനിച്ചവര്, മണ്ണിൽ നിന്നുള്ളവന്റെ സ്വഭാവവും സ്വർഗത്തിൽ നിന്നുള്ളവന്റെ സ്വഭാവവും വെളിപ്പെടുത്തുമെന്ന് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ, മണ്ണിൽ നിന്നുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം സ്വർഗീയന്റെ പ്രതിമയും ധരിക്കേണ്ടതാകുന്നു എന്ന് കാണുന്നില്ലേ? അതുകൊണ്ട് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. Those who are enduring ടെംപ്റ്റേഷനെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Those who are overcoming temptation. എനിക്കും നിങ്ങൾക്കും വരുന്ന ശാരീരിക ടെംപ്റ്റേഷനെ, ഈ ലോകത്തിന്റെ ചിന്തകളെ, ഈ ലോകത്തിന്റെ ടെംപ്റ്റേഷനെ അതിജീവിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. Blessed is the man, those who endureth temptation. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ഈ ലോകം അതിൻ്റെ ഇമ്പങ്ങൾ കാണിച്ച്, അതിൻ്റെ സാമ്പത്തിക ഇമ്പങ്ങളെ നമ്മളെ കാണിച്ച്, നമുക്ക് സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ വശീകരിക്കും. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്ക് 4:1 ചെന്ന് പഠിച്ചു നോക്കി. യേശുവിനോട് സാത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒന്ന് എന്നെ വണങ്ങി നമസ്കരിച്ചാൽ ഈ ലോകം അതിൻ്റെ മഹത്വം എല്ലാം എൻ്റെതാ, അത് നിനക്ക് തന്നേക്കാം. മനസ്സിലായോ? ജസ്റ്റ് bow down before me.
ഓൾ ദ വെൽത്ത് ഓഫ് ദിസ് എർത്ത് ഈസ് ഓൺ മീ. ഇതെല്ലാം എൻ്റെതാ, നിനക്കങ്ങ് തന്നേക്കാം. കർത്താവിനെ അങ്ങനെ സാത്താൻ പരീക്ഷിച്ചെങ്കിൽ എന്തിനാ പരീക്ഷിച്ചേ? യേശു ദൈവപുത്രനാണെന്ന് അവൻ അറിയാം. ആരൊക്കെ? സാത്താനെ. അതുകൊണ്ട് അവൻ ചോദിച്ചേ, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനാകുന്നു എങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറയാം. ആ സെക്കൻഡ് ചോദ്യത്തിൽ പറഞ്ഞു, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനാണെങ്കിൽ ആ മന്ദിരത്തിന് മുകളിൽ താഴോട്ട് ചാട്. പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ, നിന്റെ ദൂതന്മാർ ഇതിനെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. കാരണം സകല യേശുവിനെ സാത്താൻ പ്രലോഭിപ്പിക്കുമ്പോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നീ ദൈവപുത്രനാണെങ്കിൽ, സാത്താൻ അറിയാം ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. സൈറ്റാൻ നോസ് ഇറ്റ് വെരി വെൽ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവേകനാകുന്നു എന്നോ. എന്നുവെച്ചാൽ യാക്കോബ് പറയുക, സൈറ്റാൻ ഓൾസോ ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് ഓൺലി വൺ ഗോഡ് ആൻഡ് ഹി ട്രംബിൾസ് ബിഫോർ ഹിം. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, 2-ാമത്തെ ആയത്തിൻ്റെ 19-20 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്തുവല്ലോ. ഡു യു ബിലീവ് ദാറ്റ് there is only one God? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു. Satan also believes and he trembled before God. Because Satan knows that Jesus Christ is the only God to worship. അതുകൊണ്ട് ആ ആരാധനയെ പിടിച്ചു മാറ്റുവാൻ വേണ്ടി സാത്താൻ യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറയാം. ഇന്ന് രാത്രി ഞാനൊരു വാക്കിൽ പറയട്ടെ ദൈവമക്കളെ, സാത്താൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധന ചെയ്യുകയാണ്. വിശ്വാസത്തിൽ ശോധന ചെയ്ത് അതൊക്കെ ഈ കാലഘട്ടങ്ങൾ ശരിക്കും മനസ്സിലായല്ലോ. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ഇവന്തോ നമുക്ക് പോകാൻ പറ്റിയാലും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റൂൾസ് അനുസരിച്ച് കൈയടിക്കാനോ പാട്ട് പാടാനോ തമ്മിലൊന്ന് വിഷ് ചെയ്യാനോ ഇതുപോലെ ഒരു ലൈവ് മെസ്സേജ് കേൾക്കാം. യു ക്യാൻ ഓൾസോ ഗോ ടു ദ ചർച്ച്. ഇപ്പൊ മഹാരാഷ്ട്രയിലെ നിയമപ്രകാരം ആരാധനയ്ക്ക് നെക്സ്റ്റ് സൺഡേ മുതൽ ഇപ്പം ഇത് കിട്ടിയിട്ടുണ്ട്. പല സഭകളിലും ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ കർത്തൃമേശയ്ക്ക് സ്വാതന്ത്ര്യമില്ല, കൈയടിച്ച് പാട്ട് പാടാൻ സ്വാതന്ത്ര്യമില്ല, വിത്ത് മാസ്ക് മാത്രമേ പ്രസംഗിക്കാൻ പോലും സ്വാതന്ത്ര്യമുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് എ ലൈവ് മെസ്സേജ്. ഇപ്പോൾ ഞാൻ ലൈവിൽ പ്രസംഗിക്കുന്ന പോലെ ഒരു മെസ്സേജ് കേട്ടേച്ച് പോരാ, അല്ലാതെ ഒരു യൂസേജും ഇല്ല. നിങ്ങൾക്കൊരു സഹോദരൻ ഒന്ന് കൈ കൊടുക്കാനോ ഒരു സഹോദരനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ശരി ഞങ്ങൾ 5-8 മാസമായി കണ്ടിട്ട് എന്ന് പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. ബിക്കോസ് അവർ ക്രിസ്ത്യൻ ഫെയ്ത്ത് ആസ് ലിമിറ്റഡ്, റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക. അടുത്ത രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം പരിശോധിക്കുന്ന ഞാനും നിങ്ങളും വിശ്വാസത്തിൽ നിൽക്കുമോ എന്നത് പരീക്ഷിക്കുകയാണ് സാത്താൻ. ആകയാൽ ഈ സാത്താന്റെ പ്രലോഭനങ്ങളെ ജയിക്കുന്ന ഒരു കൂട്ടം ജനം മാത്രമേ അവരെ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിനോടൊന്ന് ചെന്ന് ഒന്ന് വായിച്ചൊന്ന് പഠിച്ചു നോക്കിക്കേ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജയിക്കുന്നവൻ ജീവകിരീടം പ്രാപിക്കും. ജയിക്കുന്നവന് ഞാൻ ഇന്ന് നിനക്ക് കൊടുക്കും. 7 കാര്യങ്ങളുണ്ട്. 7 സഭകൾക്ക് ദൂത് എഴുതിയപ്പോഴും പരിശുദ്ധാത്മാവ് മറന്നു പോകാതെ രേഖപ്പെടുത്തിയൊരു കാര്യമാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ജീവകിരീടം കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ എൻ്റെ ആലയത്തിന് തൂണാക്കും. ജയിക്കുന്നവന് ഇന്ന പ്രതിഫലം കൊടുക്കും എന്ന തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ പരീക്ഷകളിൽ പാസ്സായി നല്ലൊരു റിസൾട്ട് മേടിക്കുന്നവൻ അല്ലാതെ ആർക്കും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ പറ്റത്തില്ല. അതിനാണ് ഇവിടെ ദൈവഭക്തൻ പറഞ്ഞിരിക്കുന്നത്, ബ്ലസ്സഡ് ഈസ് ദ മാൻ ഹൂ പാസ് overcome the temptation which Satan brings to him.
സാത്താൻ എനിക്കും നിനക്കും മുമ്പിൽ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ ജയിക്കുവാൻ കഴിയാത്തവന് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയത്തില്ല. Praise the Lord. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ടെംപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് സാത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. Satan tempted Jesus. മത്തായി 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ലൂക്ക് 4:1. Satan tempted Jesus. മർക്കോസ് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സാത്താൻ അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്തിനാ? എന്തായിരുന്നു പരീക്ഷ? Satan wanted to know that whether Jesus Christ is the Son of God. അവൻ ദൈവപുത്രനാണോ എന്ന് സാത്താന് ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും സാത്താൻ പറയുക, if you are the Son of God, prove that you are the Son of God. അങ്ങനെ ഒരു വാക്ക് ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൂവ് യുവർ ഫെയ്ത്ത്. നിന്റെ വിശ്വാസം തെളിഞ്ഞവനായി എന്ന് മലയാളത്തിൽ നമ്മളിവിടെ വായിക്കുന്നില്ലേ? കൊള്ളാവുന്നവനായി. മലയാളത്തിൽ ഇവിടെ ഒരു വാക്കുണ്ട്, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. കൊള്ളാവുന്നവനായി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പാസിംഗ് ദി ടെസ്റ്റ്, വിശ്വാസത്തിൻ്റെ പരീക്ഷകളെ അതിജീവിക്കുന്ന മനുഷ്യൻ അവനാണ് ഭാഗ്യവാൻ. അവനാണ് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ യോഗ്യൻ. അങ്ങനെ വരുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന പരീക്ഷ എന്ന് പറഞ്ഞ വാക്ക് യാക്കോബ് പറയുന്നുണ്ട്, എക്സാമിൻ മീ ലോർഡ്, എന്നെ ശോധന ചെയ്യണമേ. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ കിടക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ദൂരവേ നിന്ന് ഗ്രഹിക്കുന്ന ദൈവമേ എന്ന് ദാവീദ് പറയുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ മനോവിചാരങ്ങളെ ദൂരെ നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതെങ്കിൽ ആ ദൈവത്തിൻ്റെ മുൻപാകെ എത്രത്തോളം നമുക്ക് നിർമ്മലരായിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം നിർമ്മലരായിരുന്നെങ്കിൽ മാത്രമേ മനുഷ്യന് ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ യോബിൻ്റെ പുസ്തകത്തിൽ പോയിട്ട് 2-3 വാക്യങ്ങളൊന്ന് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, തൻ്റെ ദൂതന്മാരിൽ പോലും അവന് വിശ്വാസമില്ലല്ലോ. ദൈവത്തിന് ദൂതന്മാരെ പോലും വിശ്വാസമില്ല. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി ആണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം പറയുക, സ്ത്രീയിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ആരുമില്ല. ആരാ? യോബ് പറയുന്ന, അല്ല സണ്ണിപ്പാസ്റ്ററുടെ വേർഷനല്ല ഇത്. സ്വർഗത്തിലെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് പ്രത്യേക കൃപകൾ കൊണ്ട് നിറയപ്പെട്ട് ജീവിച്ച യോബിനോട് പുസ്തകത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ എന്ന് പറയുമ്പോൾ തൻ്റെ ദൂതന്മാരിൽ പോലും അവന് വിശ്വാസമില്ല. എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ജനിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ, ജഡത്തിൻ്റെ വികാരങ്ങളിൽ അറഞ്ഞു നിൽക്കുന്ന നമ്മൾ, ജഡം നമുക്ക് കൊണ്ടുവരുന്ന ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ കഴിയാതെ ഈ പ്രലോഭനങ്ങൾക്കകത്ത് അകപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ജനം, ആ ഒരു കൂട്ടം ജനത്തിൻ്റെ മധ്യത്തിൽ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പരീക്ഷകളെ അതിജീവിച്ച് പരീക്ഷ പാസ്സായി വരുന്ന ഒരു കൂട്ടം മാത്രമേ ഭാഗ്യവാനെന്ന് രേഖപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതിനാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ബ്ലെസ്സഡ് ഈസ് ദ മാൻ ഹു ഓവർകംസ് ടെംപ്റ്റേഷൻ. ഓവർകംസ് ടെംപ്റ്റേഷൻ. കൊരിന്ത്യലേഖനത്തിൽ പോയെന്ന് വായിച്ച റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വി ആർ ദ ഓവർകമേഴ്സ്.
നാം ക്രിസ്തുവിൽ ഓവർകമേഴ്സ്. ക്രിസ്തു ഓവർകമറായിരുന്നു. അവൻ 3 കാര്യത്യാസം യേശു ജയിച്ചത്. 1 സാത്താൻ, 2 ലോകം, 3 മരണം. യേശു ജയിച്ചത് മരണത്തെ ജയിച്ചു. മരണത്തിന്റെ അധിപനായ സാത്താനെ പിടിച്ചു കെട്ടി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ പുനരുത്ഥാനം എന്ന ആ വാക്ക് പൂർത്തീകരിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തെ തോൽപ്പിച്ചു. മരണത്തിന്റെ അധിപനായ സാത്താനെ കീഴ്പ്പെടുത്തി. അവന്റെ തലവയെ കാൽവറി ക്രൂശിന്മേൽ ചവിട്ടി അരച്ച് അവന്റെ മേൽ ജയഘോഷം കൊണ്ടാടി. അങ്ങനെയെങ്കിൽ നമുക്ക് മരണത്തെ ജയിക്കാൻ പറ്റൂല. നമ്മൾ മരിക്കണം. ഒരിക്കൽ മരണവും ന്യായവിധിയും ദൈവം മനുഷ്യന് വേണ്ടി കൽപ്പിച്ചിരിക്കുക. അപ്പോൾ ഒരു ചോദ്യം വരും, യേശു മരിച്ചില്ലേ? യേശു മരിച്ചു. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. റോമാലേഖനത്തിൽ പൗലോസിന്റെ വാക്കിൽ അദ്ദേഹം പറയുന്നു, ജീസസ് ഡൈഡ് ആൻഡ് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ്. യേശു മരിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ യേശു മരിച്ചു. യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൽ മറിയാമിൽ നിന്ന് ജനിച്ചതായ മനുഷ്യന് ഇട്ട പേരാണ് യേശു. മനുഷ്യനായി ജനിച്ച മറിയാമിൽ നിന്ന് ജന്മമെടുത്ത ആ വ്യക്തിത്വത്തിന് വിളിച്ച പേരാണ്. അവന് യേശു എന്ന് പേരിടണം. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള പുസ്തകങ്ങളിലെല്ലാം രേഖപ്പെടുത്തി യേശു ക്രിസ്തു എന്ന് രേഖപ്പെടുത്തി. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മരണത്തെ ജയിച്ചു കഴിഞ്ഞപ്പോൾ, ഓവർകമ്മറായി വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന് ഒരു ടൈറ്റിൽ കൂടെ കിട്ടി, ജീസസ് ക്രൈസ്റ്റ്, അനോയിന്റഡ് പേഴ്സൺ. ഒരു വലിയ ഒരു പദവി അവിടെ ലഭിച്ചത്. മരണത്തെയും പാതാളത്തെയും ജയിച്ച് മരണത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നീട് ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസൻ, ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു. നിങ്ങൾ ഈ സുവിശേഷങ്ങൾ കഴിഞ്ഞേച്ച ലേഖനങ്ങളിലോട്ടൊന്ന് കയറി നോക്കാം. അവിടെ എല്ലാം പൗലോസ് എന്തായിരുന്നു? യഹൂദന്മാരുടെ മധ്യേ യേശു ക്രിസ്തു തന്നെ എന്ന് തെളിയിച്ചു പ്രസംഗിച്ചു. എന്താ? യേശു ക്രിസ്തു ആയിരുന്നുവെന്നോ, യേശുവാണ് അവർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ എന്ന് പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ മധ്യേ പ്രസിദ്ധീകരിച്ച് ഉറപ്പിച്ച് പ്രസംഗിച്ചു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മസയ, യേശുവാണ് മശിഹ എന്ന്. അപ്പോൾ ജയാളിയായി പാപത്തെയും മരണത്തെയും സാത്താനെയും പാതാളത്തെയും ജയിച്ച് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നൊരു പേര് ലഭിക്കാനിടയായത്. രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ഈ ഭാഗം ഇവിടെ തീരുന്നില്ല. നാളെ ഇത് കണ്ടിന്യൂ ചെയ്യും. നാളെയും തീർന്നില്ല എങ്കിൽ അടുത്ത 2 ആഴ്ചകളോട് 3-4 ആഴ്ചകളായിട്ട് നമുക്ക് ഈ വിഷയം ചിന്തിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Those who are overcoming the temptation. പരീക്ഷകളെ അതിജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിയുടെ വേളയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, സാത്താൻ നമ്മളെ പരീക്ഷിക്കും. നമ്മുടെ വിശ്വാസങ്ങളെ സാത്താൻ പരീക്ഷിക്കുക. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമോ എന്നറിയേണ്ടതിന് പല പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ടിട്ട്, കഷ്ടതകൾ ഇട്ടിട്ട്, ഞെരുക്കങ്ങൾ ഇട്ടിട്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇട്ടിട്ട്, ആരാധന സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട്,
എന്നെയും നിന്നെയും പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രാപിക്കുന്ന ഒരു കൂട്ടം ജനത്തെ എടുക്കുവാനായി, കൊണ്ടുപോകുവാനായി നമ്മുടെ കർത്താവ് വരാൻ സമയമായി. കേൾക്കുന്ന രാത്രിയുടെ വേളയിൽ ദൈവമക്കളെ, രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ, those who are overcoming the temptation, they are winning the crown from Lord Jesus Christ. Those who overcomes temptation, ടെംപ്ടേഷനെ അതിജീവിക്കുന്ന മനുഷ്യൻ, ടെംപ്ടേഷനുകളെ പാറാകുന്ന മനുഷ്യൻ, അവനാണ് ജീവകിരീടം പ്രാപിക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്ന് രാത്രിയുടെ വേളയിൽ ഞാൻ എൻ്റെ വാക്കിൽ അവിടെ ചുരുക്കുകയാണ്. ദൈവമക്കളെ, നാളെ രാത്രിയിലും ഇത് കണ്ടിന്യൂ ചെയ്യും. എല്ലാ ദിവസങ്ങളിലും ഉള്ള ഷാലേം പ്രയർ ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങുകളിൽ കടന്നു വന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. സ്പെഷ്യൽ താങ്ക്സ് ഗോ ടു പാസ്റ്റർ ലാലു ചാക്കോ ചിറ്റാർ ആൻഡ് ഹിസ് ഫാമിലി, ഓൾ ദോസ് ഹു ആർ വാച്ചിങ് മീ. സ്പെഷ്യലി താങ്ക്സ് ടു പാസ്റ്റർ ജേക്കബ് പോൾ, ഈസ് വൺ ഓഫ് മൈ കൊളീഗ്. ജേക്കബ് പോൾ, നിങ്ങൾ ഇവിടെ കണ്ടു കാണും. ജേക്കബ് പോൾ എന്ന് പറഞ്ഞൊരാൾ എന്നോട് കൂടെ മണക്കാലായിൽ തിരുവനന്തപുരം പഠിച്ചൊരു ദേവദാസനാണ്. സ്പെഷ്യൽ താങ്ക്സ് ഗോസ് ടു പാസ്റ്റർ ജേക്കബ് പോൾ. അതെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. സ്വർഗത്തിലെ പിതാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാത്രി 7 മണിക്ക് ഷാലേം പ്രയർ ഗ്രൂപ്പിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.